നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 23-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 8-ാം തീയതി ശനിയാഴ്ച. ഇന്ന് മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രമാണ്, നല്ല നക്ഷത്രമാണ്. നക്ഷത്രം മകൻ നക്ഷത്രം. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരു ദശാനാഥനല്ല ശനി. അപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്ന ഈ ദിവസം ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വളരെ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾക്ക് പോകാൻ. കാരണം അത്ര കണ്ട് അനുകൂലപ്രദമായ ഒരു ദിവസമല്ല. ഇന്നത്തെ സൂര്യോദയം വരുന്നത് 6:26-നാണ്. അസ്തമയം വരുന്നതും 5:56-നാണ്. ഉദയം അസ്തമയവും. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മകൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. മറ്റത് നമുക്ക് ഇന്നത്തെ ദിവസം മാത്രം കൊള്ളില്ല. ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചൊക്കെ ഉഴപ്പി അങ്ങ് വിട്ടിട്ട് അടുത്ത ദിവസം നമുക്ക് ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ബർത്ത്ഡേ വരുന്നവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും, അപകട സാധ്യതകൾ വരാം, സാമ്പത്തിക നഷ്ടം വരാം, ജോലിയിൽ പലതരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവാം, ജോലി നഷ്ടം വരെ സംഭവിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ബിസിനസ് ആദി കാര്യങ്ങളിൽ നമുക്ക് പുരോഗതി കുറഞ്ഞു പോകാം. ഇതൊക്കെ വരാനിടയുള്ളത് കൊണ്ട് ഇതെല്ലാം മനസ്സിൽ വേണം, ശ്രദ്ധിച്ചായിരിക്കണം ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവേണ്ടത്. ഈ അശ്രദ്ധ അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി ഭവിക്കും. അപ്പോൾ ഈ ദോഷഭാവങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ വൃശ്ചിക മാസത്തിലെ മകൻ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. എന്തൊക്കെ ചെയ്യണം? ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം ധനനഷ്ടമൊന്നും വരാതിരിക്കാൻ വേണ്ടി ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇത് ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. ഇതിൻ്റെ ഫലം 50% കുറയും. താൻ പാതി ദൈവം പാതി എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ ഇന്ന് രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9:18 ആവുമ്പോഴേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 10:45 വരെ രാവുകാല സമയമുണ്ട്. അത് നമുക്ക് യാത്രാദി കാര്യങ്ങൾക്ക് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഈ സമയം. യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒട്ടും കൊള്ളത്തില്ല, പ്രത്യേകിച്ച് ശനിയാഴ്ച. അതിൽ ഗുളികൻ്റെ സമയം വരുന്നത് 6:26 തൊട്ട് 7:52 വരെയും ഗുളികകാല സമയം വരുന്നത് ആണ് 6:26 തൊട്ട് 7:52 വരെയും യമകണ്ഠകാല സമയം 3:37 തൊട്ട് 5:03 വരെയും. ഈ സമയം വളരെ സൂക്ഷിക്കണം. യമകണ്ഠകാല സമയം വരുന്നത് 1:37 വരെ തൊട്ടാണ് 3:03 വരെയും. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:47 തൊട്ട് 12:35 വരെ. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ദൈവം ഇങ്ങനെ സമയം കൊടുത്തിരിക്കുന്നത് നമുക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ അത് സമയം തന്നിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ചെയ്യാം. ആകിലും ഈ ദിവസങ്ങളിൽ കുറച്ച് ഒഴിവാക്കി പോകുന്നത് തന്നെ നല്ലത്. ചെയ്തേ തീരുള്ളൂ എന്നുള്ള സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ഈ സമയം തിരഞ്ഞെടുക്കാം. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ ധരിക്കുക, അല്ലെങ്കിൽ അത് മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കാം. ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കറുപ്പോ നീലോ തുണി കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ഇപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.